യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പ പ്രതീക്ഷയായിരുന്നു, ഹോപ്പായിരുന്നു ലോകത്തിന്, ലോക സമാധാനത്തിന്, മനുഷ്യത്വത്തിന്, മാനവികതയ്ക്ക്. ആ മാനവികതയുടെ പ്രതീക്ഷയാണ് ഇന്ന് അടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫാദർ ഫിലിപ്പ് കവീൽ നമ്മോടൊപ്പം ഉണ്ട്, കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ്. ശ്രീ കവീൽ, താങ്കൾക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? താങ്കളും വിദേശ രാജ്യങ്ങളിൽ വൈദിക വൃത്തി അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആളാണ്. ഫ്രാൻസിസ് പാപ്പ സഭയ്ക്ക് എന്തായിരുന്നു? ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്കർക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ വലിയ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു ആൾരൂപമായിരുന്നു. മനുഷ്യ സ്നേഹത്തിന്റെ യഥാർത്ഥ മുഖമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ആരും അത് സമ്മതിക്കും. ക്രൈസ്തവർ മാത്രമല്ല, അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. കാരണം അദ്ദേഹം ഒരു വിശ്വ മാനവികതയുടെ, വിശ്വ സാഹോദര്യത്തിന്റെ വക്താവായിരുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ആ ആളെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ബഹുമാനിക്കാൻ അദ്ദേഹത്തിന് എപ്പോഴും സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വത്തിക്കാനിൽ പോലും അഭയാർത്ഥികളെ സ്വീകരിക്കുവാൻ സന്നദ്ധനായത്. അദ്ദേഹത്തിന് കൂടെ നിന്ന പലരും വിമർശിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞു, മനുഷ്യന് വേണ്ടിയാണ് എല്ലാ സൗകര്യങ്ങളും. അവിടെ മനുഷ്യന്റെ മതമോ വർണ്ണമോ വർഗമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമല്ല നോക്കുന്നത്. തന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യന് എന്താണ് ആവശ്യം, അവന്റെ മാനുഷികമായ മൂല്യങ്ങള്, അവന്റെ മാനുഷികമായ അവകാശങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാനും മാർപ്പാപ്പ സന്നദ്ധനായി. സഭയ്ക്ക്, സഭാ മക്കൾക്ക്, പുരോഹിതർക്കൊക്കെ പാപ്പ നൽകുന്ന ഒരു പാഠം എന്തായിരിക്കും? ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചാക്രിക ലേഖനം, മലയാളത്തിലാക്കിയ ചാക്രിക ലേഖനം വായിച്ചതിൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ട്, അതായത് ഈ സൈബർ ഇടങ്ങൾ വഴി ഹെയ്റ്റ്, അപരവിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് വരെയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അപരനല്ല, നമ്മുടെ സഹോദരനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ, അതായത് അപരമത വിദ്വേഷം, അങ്ങനെയുള്ള പല വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പോപ്പ്. ഇപ്പോഴത്തെ സഭയ്ക്കും സഭയെ നയിക്കുന്നവർക്കും പാപ്പ നൽകുന്ന സന്ദേശം എന്താണ്, പാഠം എന്താണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും പാപ്പ നൽകുന്ന പാഠം, സന്ദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തു നൽകിയ സന്ദേശവും യേശുക്രിസ്തു പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണ്. പാപ്പ എപ്പോഴും സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നിന്നത്. എന്താണ് സുവിശേഷ മൂല്യം എന്ന് പറയുന്നത്? സുവിശേഷത്തിൽ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ വചനങ്ങൾ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ കൽപ്പന എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അതെന്താണ്? സ്വയം മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അവിടെ ക്രിസ്ത്യാനികളെ സ്നേഹിക്കുക, മുസ്ലിങ്ങളെ വെറുക്കുക, ഹിന്ദുക്കളെ വെറുക്കുക എന്നല്ല പറയുന്നത്. എല്ലാ മനുഷ്യ വ്യക്തികളെ ഉൾക്കൊള്ളുവാൻ വിധത്തില് ഒരു ക്രൈസ്തവ സ്നേഹം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹം എന്നാണ് മനസ്സിലാക്കുന്നത്, ഒരു മതത്തിന്റെ സ്നേഹം എന്നല്ല. ഈ ക്രിസ്തു വിഭാവനം ചെയ്തത് ഒരു വിശ്വ സാഹോദര്യമാണ്. ഈ വിശ്വ സാഹോദര്യം വരുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അതാണ് ദൈവികതയുടെ പ്രത്യേകത. ദൈവം അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നാണ് ബൈബിൾ പറയുന്നത്. ഈ ഒരു കാഴ്ചപ്പാടിന്റെ പശ്ചാത്തലമായിരുന്നു മാർപ്പാപ്പായുടെ ജീവിതത്തിന്റെ അടിസ്ഥാനവും. അതൊരു പുതുമയല്ല സത്യത്തില്. പക്ഷെ മാർപ്പാപ്പ അത് തുറന്നു പറയുവാനും ജീവിച്ചു കാണിക്കുവാനും ആർജവത്വം കാണിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ആര് നിൽക്കുന്നു, ആ ആളുടെ ആവശ്യം, അദ്ദേഹത്തെ മുമ്പിൽ നിൽക്കുന്ന ആളെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പരിഗണിക്കുവാനുള്ള വിശാലമായ ഒരു മനോഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് സഭയും പ്രഘോഷിക്കുന്നത്. പലപ്പോഴും പ്രഘോഷിക്കുന്നത് ജീവിക്കാൻ സാധിക്കാത്തത് നമ്മളൊക്കെ ബലഹീനരായ മനുഷ്യരായിരുന്നു. ഒരു 2000 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുക, അവസാനത്തെ വസ്ത്രം പോലും അത് തെരുവിലെ ദരിദ്രന് കൈമാറിയ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിക്കുക, അതിൽ തന്നെ അദ്ദേഹത്തിന്റെ വഴി എന്താണ്, അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ്, അദ്ദേഹത്തിന്റെ സന്ദേശം എന്താണ്, പാവപ്പെട്ടവരുടെ പുണ്യാളനായിരുന്നു ഫ്രാൻസിസ്. ആ പേര് സ്വീകരിക്കുന്നതിലൂടെ താൻ എന്താണ്, തന്റെ സന്ദേശം എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നു. തീർച്ചയായും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നതിലൂടെ വലിയൊരു സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത്. അതുപോലെ ഈ ഫ്രാൻസിസ് പാപ്പായുടെ ഭരണകാലത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിന് പരസഹായമില്ലാതെ സഞ്ചരിക്കുവാൻ സാധിക്കുമായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യാതൊരു പ്രോട്ടോക്കോളും കൂടാതെ വളരെ പെട്ടെന്ന് പൊടുന്നനവെ ചേരികളിലേക്കും പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കും ഒരു അംഗരക്ഷകരുടെയും സഹായമില്ലാതെ കടന്നു ചെല്ലുന്ന ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രമുണ്ട്. അത് ഇത്ര ഹൃദയഹാരിയാണ്. അതായത് പാവപ്പെട്ടവന്റെ മേൽ എപ്പോഴും ഒരു ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വത്തിക്കാനിലെ എല്ലാ സംവിധാനങ്ങളും പാവപ്പെട്ടവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അതുപോലെ പണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. കൂട്ടിവെക്കുവാനുള്ളതല്ല പണം,
പണം ചെലവഴിക്കപ്പെടുവാനുള്ളതാണ്, അതും ആവശ്യക്കാരന് വേണ്ടിയെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും ഈ പാവപ്പെട്ട മനുഷ്യരെ കുറിച്ച്, സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. മറ്റൊരു കാര്യം, സാധാരണക്കാർക്ക് വേണ്ടിയാണ് എന്നും അദ്ദേഹം സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഏറ്റവും വലിയ സന്ദേശമായിരുന്നു. ഔദ്യോഗിക വസതിയൊക്കെ ഉപേക്ഷിച്ച് ഒരു സാധാരണ അപ്പാർട്ട്മെന്റിൽ, 2 മുറി അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. ഭക്ഷണം അവിടെയുള്ള കർദിനാൾമാരുടെ കൂടെയായിരിക്കുമെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ, ഒരു പരിഷ്കർത്താവ് തന്നെയായിരുന്നു.